എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ ബാക്കി ഫിസിക്സിലെ നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഡയമെൻഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഡയമെൻഷൻ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ dimension of a physical quantity എന്ന് പറഞ്ഞാൽ it is the power of fundamental unit in terms of which a physical quantity can be represented. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ പവറിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന മെത്തഡിന് നമ്മൾ പറയുന്ന പേരാണ് ഡയമെൻഷൻ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ പവറിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന മെത്തഡിനെ നമ്മൾ ഡയമെൻഷൻ എന്ന് പറയും. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് വിച്ച് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി റെപ്രസെന്റഡ്. അതാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ലെന്തിന്റെ ഡയമെൻഷൻ നമ്മൾ ലെന്തിന്റെ ഡയമെൻഷൻ എഴുതുന്നത് ഇങ്ങനെ ലെന്ത് എഴുതിയിട്ട് അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇടണം. നമ്മൾ വായിക്കേണ്ടത് ഡയമെൻഷൻ ഓഫ് ലെന്ത് എന്ന് പറയും. അതാണ് എൽ എന്ന് പറയുന്നത്. അടുത്തത് ഡയമെൻഷൻ ഓഫ് മാസിന്റെ ഡയമെൻഷൻ. അതിനെ നമ്മൾ മാസ് എന്ന് എഴുതിയിട്ട് അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ അത് ഡയമെൻഷൻ ഓഫ് മാസ് എന്ന് പറയും. അതിനെ ക്യാപിറ്റൽ എം. അടുത്തത് ഡയമെൻഷൻ ഓഫ് ടൈമിന്റെ ഡയമെൻഷൻ. അതിനെ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് എഴുതും. ക്യാപിറ്റൽ ടി. ഡയമെൻഷൻ എപ്പോഴും വലിയ അക്ഷരമേ എഴുതാവൂ. അതുപോലെ പിന്നെ ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ ഇങ്ങനെ എഴുതും. ഡയമെൻഷൻ ഓഫ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ കെ. ഒരെണ്ണം കൂടെ ഓർത്തിരിക്കണം, ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഐ ഓർ ക്യാപിറ്റൽ എ എന്ന് എഴുതും. ഐ ഓർ എ രണ്ടും എഴുതാം, ഒന്നുകിൽ ഐ അല്ലെങ്കിൽ എ. ഓക്കെ, അപ്പൊ ഇതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയമെൻഷൻ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എഴുതാവും. ഓക്കെ, അത് നമ്മൾ ഓർത്തിരിക്കണം. ലെന്ത് ആണെങ്കിൽ ക്യാപിറ്റൽ എൽ, ടൈം ആണെങ്കിൽ ക്യാപിറ്റൽ ടി, മാസ് ആണെങ്കിൽ ക്യാപിറ്റൽ എം, കറണ്ടിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ഐ അല്ലെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് എഴുതും. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. സാധാരണ ഞാൻ ക്യാപിറ്റൽ ഐ എന്നാണ് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ കെ. ഇനി എന്താണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഈ ഡയമെൻഷൻ വെച്ച് എഴുതുന്ന ഇക്വേഷൻസ്, ഉദാഹരണമായിട്ട് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ നമ്മൾ ഡയമെൻഷൻ ഓഫ് ഏരിയ എങ്ങനെ എഴുതും? സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് ഏരിയ എന്ന് എഴുതിയാൽ വായിക്കേണ്ടത് ഡയമെൻഷൻ ഓഫ് ഏരിയ. ദാറ്റ് ഈസ് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയയുടെ ഡയമെൻഷൻ കാണാൻ എന്ത് ചെയ്യണം? ഡയമെൻഷൻ ഓഫ് ലെന്ത് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ബ്രെഡ്ത്ത് എന്നിങ്ങനെ എഴുതും. ലെന്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ എൽ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും അതൊരു ലെന്ത് തന്നെയാണ്, ഇല്ലേ? വീതി എന്ന് പറഞ്ഞാൽ അതൊരു ലെന്ത് നീളം തന്നെ. അതുകൊണ്ട് അതിൻ്റെ എന്തെഴുതി? എൽ എന്ന് എഴുതി. എൽ ഇൻറ്റു എൽ എന്താണ്? എൽ സ്ക്വയർഡ്. അപ്പൊ ഏരിയയുടെ ഡയമെൻഷൻ എന്ത് കിട്ടി? എൽ സ്ക്വയർഡ്. ഓക്കെ, അടുത്തത് വോളിയം. ഡയമെൻഷൻ ഓഫ് വോളിയം എങ്ങനെയാ കാണുന്നത്? ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ്, ഇല്ലേ? അപ്പൊ നമുക്ക് വോളിയത്തിന്റെ ഡയമെൻഷൻ കാണാൻ ഡയമെൻഷൻ ഓഫ് ലെന്ത് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ബ്രെഡ്ത്ത് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഹൈറ്റ് ഇങ്ങനെ എഴുതും. ഓക്കെ, ലെന്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ, ബ്രെഡ്ത്തിന്റെ ഡയമെൻഷൻ അതും ക്യാപിറ്റൽ എൽ. എച്ച് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നീളം തന്നെ ആണല്ലോ, അതും എൽ. എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ, എൽ ക്യൂബ്. വോളിയത്തിന്റെ ഡയമെൻഷൻ എൽ ക്യൂബ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കേണ്ടത് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെ? വെലോസിറ്റി കാണാൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്, ഇല്ലേ? വെലോസിറ്റി കാണാൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ നമുക്ക് ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി കാണണം. അപ്പൊ ഡയമെൻഷൻ ഇങ്ങനെ എഴുതും. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. ശരിയല്ലേ? that is equal to displacement എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ലെങ്ത് ആണ്. അതുകൊണ്ട് അതിൻ്റെത് ക്യാപിറ്റൽ എൽ ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്?
ക്യാപിറ്റൽ ടി. ഓക്കെ, എൽ ബൈ ടി. ഇങ്ങനെ വന്നാൽ ഈ താഴെയുള്ളതിനെ കൂടെ നമ്മൾ മേലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മേളത്തെ എൽ എന്ന് എഴുതി. ഈ ടി എന്ന് പറയുന്നത് മേളിൽ വന്നാൽ ടി റൈസ് ടു -1. കണ്ടോ? അപ്പൊ വെലോസിറ്റി ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1. ശരിയല്ലേ? അടുത്ത നമുക്ക് നോക്കാം ആക്സിലറേഷൻ. ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാ? വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ എങ്ങനെ എഴുതി? ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്തിൽ ആക്സിലറേഷൻ എഴുതിയാൽ വായിക്കേണ്ടത് dimension of acceleration is equal to dimension of velocity divided by dimension of time. That is equal to velocity യുടെ എന്തുവാ? lt raised to -1. ടൈമിന്റെ എന്താണ്? t. നമ്മൾ ഈ t യെ മേലോട്ട് കൊണ്ടുവരണം. That is lt raised to -1 into ഈ t മേളിൽ വരുമ്പോൾ t raised to -1. That is equal to l t raised to -1 into t raised to -1 t raised to -2. അപ്പോൾ ആക്സിലറേഷന്റെ l t raised to -2. ശരിയല്ലേ? അടുത്ത നമുക്ക് നോക്കേണ്ടത് ഡയമെൻഷൻ ഓഫ് ഫോഴ്സിന്റെ ഡയമെൻഷൻ നോക്കാം. ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാ? ഫോഴ്സ് കാണാൻ ma മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നിങ്ങൾ ഉച്ച ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെ എഴുതാം. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് മാസ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ. ശരിയല്ലേ? That is equal to മാസിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ M ഇൻറ്റു ആക്സിലറേഷൻ ഡയമെൻഷൻ മുമ്പ് നമ്മൾ പറഞ്ഞ lt raised to -2. അപ്പൊ നമ്മൾ അടുപ്പിച്ച് എഴുതണം mlt raised to -2. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ mlt raised to -2. ശരിയല്ലേ? അടുത്ത നമുക്ക് നോക്കാം വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അപ്പൊ നമുക്ക് ഡയമെൻഷൻ ഓഫ് വർക്ക് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഇവിടെ കിടപ്പുണ്ട്. ഫോഴ്സിന്റെ എന്താണ്? mlt raised to -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന്റേത് l. ഇങ്ങനെ വന്നാൽ ഒരേ ടേം ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? m l ഗുണിക്കുമ്പോൾ l സ്ക്വയർഡ് t raised to -2 ml സ്ക്വയർഡ് t raised to -2. ഇത് തന്നെയാണ് എനർജിയുടെ ഡയമെൻഷനും വർക്കിന്റെ ഡയമെൻഷനും രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഡയമെൻഷൻ കുറെ ക്വാണ്ടിറ്റി ഡയമെൻഷൻ കണ്ടു. നിങ്ങളൊരു 10 എണ്ണത്തിന്റെ എങ്കിലും ഡയമെൻഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. കാരണം ഇത് വെച്ചാണ് നമുക്കിനി ഡയമെൻഷന്റെ യൂസസ്, എന്തൊക്കെ ഡയമെൻഷൻ, ഇങ്ങനെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗം എന്ന് നമുക്ക് നോക്കണം. ഡയമെൻഷന് പ്രധാനമായിട്ട് 3 ഉപയോഗങ്ങളുണ്ട്. ഒന്നാമത്തത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ തന്നു, ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ തന്നാൽ നമുക്ക് ആ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മനസ്സിലായി? രണ്ടാമത്തത് ടു ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള യഥാർത്ഥ ഇക്വേഷൻ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യാം. മൂന്നാമത്തത് to convert one system of unit into another system. നമുക്ക് ഒരു സിസ്റ്റത്തിൽ തരുന്ന യൂണിറ്റിനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാം. These are the uses of dimensional analysis. ഡയമെൻഷന്റെ 3 ഉപയോഗം നമ്മൾ പറഞ്ഞു. To check the correctness of the equation. എങ്ങനെയാണ് നമുക്കൊരു ഇക്വേഷൻ തന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ഫിസിക്സിലെ ഒരു ഇക്വേഷൻ ആണ് v is equal to u plus at. ഇത് നമുക്ക് ഡയമെൻഷൻ പ്രകാരം ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. ഇതിലെ അക്ഷരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, a എന്ന് പറയുന്നത് ആക്സിലറേഷൻ, t എന്ന് പറയുന്നത് ടൈം. അപ്പൊ നമുക്കിത് ശരിയാണോ നോക്കാം. നമുക്കൊരു ഇക്വേഷന് 2 പാർട്ടുകളുണ്ട്. അതായത് ഈക്വൽസിന് ഇപ്പുറത്ത് വരുന്നതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്നും ഇപ്പുറത്ത് വരുന്നതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് RHS എന്നും പറയും. നമ്മൾ ചെയ്യേണ്ടത് LHSലും RHSലുമുള്ള എല്ലാ ടേമിനും നമ്മൾ ഡയമെൻഷൻ കൊടുക്കുന്നു. എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ ഒരുപോലെ വന്നാൽ ഇക്വേഷൻ ശരി, അല്ലെങ്കിൽ ഇക്വേഷൻ തെറ്റ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം LHSലെ ടേം ഏതാ? v. അപ്പൊ ഡയമെൻഷൻ ഓഫ് v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ഡയമെൻഷൻ lt raised to -1. ഇങ്ങനെ എഴുതണമെങ്കിൽ നമ്മളൊരു 10 എണ്ണമെങ്കിലും നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പം LHS will be LT raised to -1. ഇനി LHS ഇല്ലല്ലോ, അടുത്ത നമ്മൾ RHS പോയി. RHS എത്ര ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. 2 ടേം. അതിൽ ആദ്യത്തെ ടേം ഏതാണ്? ഡയമെൻഷൻ ഓഫ് u. u എന്ന് പറയുന്നത് വെലോസിറ്റി തന്നെ, LT raised to -1. അടുത്ത ടേം ഏതാണ്? AT, ഡയമെൻഷൻ ഓഫ് AT. എന്ന് പറഞ്ഞാൽ എന്തുവാ? ആക്സിലറേഷൻ, ഡയമെൻഷൻ LT raised to -2 into T, ടൈമിൻ്റെത് ക്യാപിറ്റൽ T, that is equal to L T raised to -2. T എന്ന് മാത്രം പറഞ്ഞ T raised to 1 എന്നാ, രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ T raised to -1. ഓക്കെ, ഇനി എല്ലാ ടീമും നോക്കുക. എല്ലാ ടീമിന്റെ ഡയമെൻഷൻ ഒരുപോലെയാണല്ലോ, അതുകൊണ്ട് നമ്മൾ എഴുതും LHS is equal to RHS. ഇക്വേഷൻ is correct. ശരിയല്ലേ? ഓക്കെ, വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അത് നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. S is equal to UT plus half AT squared. ഇത് നമുക്ക് ഡയമെൻഷൻ പ്രകാരം ശരിയാണോ തെറ്റാണോ നോക്കാം. അപ്പൊ എങ്ങനെ ആദ്യം നോക്കേണ്ടത്? LHS ലെ ടേം ഏതാണ്? S. അപ്പൊ ഡയമെൻഷൻ ഓഫ് S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ഡയമെൻഷൻ എന്താണ്? L. ഇനി LHS ൽ മറ്റൊന്നുമില്ലല്ലോ, നമ്മൾ RHS പോയി. RHS എത്ര ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. ഈ പ്ലസോ മൈനസോ വന്നാൽ സെപ്പറേറ്റ് എടുക്കുക, ഇൻഡുവോ ഡിവിഷനോ വന്നാൽ ഒറ്റ ടേം ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ടേം ഏതാണ്? ഡയമെൻഷൻ ഓഫ് UT, that is equal to U എന്തുവാ? വെലോസിറ്റി, ഡയമെൻഷൻ LT raised to -1 into T എന്ന് പറയുന്നത് ടൈം, ക്യാപിറ്റൽ T, that is equal to LT raised to -1 and T എന്ന് പറഞ്ഞ T raised to 1, അത് 0 1 ആയി പോകും. അപ്പൊ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? L മാത്രം. അടുത്ത ടേം ഡയമെൻഷൻ ഓഫ് ഹാഫ് AT സ്ക്വയർഡ്. ഇതിൽ ഹാഫിന് ഡയമെൻഷൻ ഇല്ല, നമ്പറിന്, റേഷ്യോയ്ക്ക്, ട്രിഗ്നോമെട്രിക് റിലേഷൻ, സൈന്, കോസ്, ടാൻ, ആംഗിള് ഇങ്ങനെയൊക്കെ വന്നാൽ അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഈ ഹാഫ് ഇവിടെ എഴുതരുത്, മനസ്സിലായി? അടുത്ത നോക്ക്, ആക്സിലറേഷൻ, അതിന്റെ എന്തുവാ? LT raised to -2. അടുത്ത എന്താ? T സ്ക്വയർഡ്, ടൈമിൻ്റെത് ക്യാപിറ്റൽ T സ്ക്വയർഡ്, that is equal to L. T raised to -2 ഉം 2 ഉം കൂടെ കട്ട് ചെയ്തു പോകും, അതുകൊണ്ട് L മാത്രം. അപ്പൊ നമ്മൾ എഴുതുന്നു LHS is equal to RHS. ഇക്വേഷൻ is correct. വേറെ കൂടെ നമുക്ക് നോക്കാം. FA is equal to half MV squared. ഇത് ഡയമെൻഷൻ പ്രകാരം ശരിയാണോ തെറ്റാണോ എങ്ങനെ നോക്കാം. അപ്പൊ എല്ലാത്തിനും ഞാൻ മുമ്പേ പറഞ്ഞ മെത്തേഡ് തന്നെയാണ്. ആദ്യം LHS ൽ ടേം ഏതാണ്? ഡയമെൻഷൻ ഓഫ് FA. FA എന്ന് പറഞ്ഞ ഒറ്റ ടേമാണ്. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, എന്തുവാ ഡയമെൻഷൻ? MLT raised to -2 into A എന്താണ്? ആക്സിലറേഷൻ, എന്തുവാ ഡയമെൻഷൻ? LT raised to -2, that is equal to M എന്ന് എഴുതി. L ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L സ്ക്വയർഡ്, T raised to -2 into T raised to -2, T raised to -4. ശരിയല്ലേ? അടുത്ത നമുക്ക് RHS പോവാം. RHS ലെ ടേം ഏതാണ്? ഹാഫ് MV സ്ക്വയർഡ്. ശരിയല്ലേ? ഹാഫിന് ഡയമെൻഷൻ ഇല്ലല്ലോ, അതുകൊണ്ട് ഇപ്പുറത്ത് എഴുതരുത്. അടുത്ത ആരാ? മാസിൻ്റെത് ക്യാപിറ്റൽ M ഇൻറ്റു V എന്തുവാ? വെലോസിറ്റി, ഡയമെൻഷൻ LT raised to -1. ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് the whole squared, that is equal to M. ഇത് സ്ക്വയർ ചെയ്യണം, L squared T raised to -2. ഇനി നമ്മൾ നോക്കിയേ, LHS ഉം RHS ലും ഡയമെൻഷൻ ഒരുപോലെയാണോ? അല്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകൂടെ നോക്കണം, നമ്മുടെ കുഴപ്പം കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എഴുതും LHS is not equal to RHS. The equation is not correct. അപ്പൊ ചിലത് ശരിയായിട്ട് വരും, ചിലത് തെറ്റായിട്ട് വരും. നമുക്ക് ടെസ്റ്റ് ചെയ്യാം, നമ്മൾ പരിശോധിക്കുക, ചെക്ക് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് ഡയമെൻഷൻ വെച്ച് ഇതുപോലെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മളൊരു 10 എണ്ണത്തിന്റെ എങ്കിലും ഡയമെൻഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ചെക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നമ്മൾ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, പ്രഷർ, ഇങ്ങനെയുള്ള ഒരു 10 എണ്ണത്തിന്റെ എങ്കിലും ഡയമെൻഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഡയമെൻഷന്റെ രണ്ടാമത്തെ ഉപയോഗമാണ് ടു ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ തന്നാൽ അത് വെച്ച് നമുക്ക് കറക്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് രൂപീകരിക്കാം.
നമുക്കത് ഉദാഹരണം ചെയ്ത് നോക്കാം. ഉദാഹരണമായിട്ട് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ. എന്തുവാ സിമ്പിൾ പെൻഡുലം? നിങ്ങൾ ക്ലാസ്സിൽ കേട്ട് കാണും. ഒരു ചരടിന്റെ അറ്റത്ത് ഒരു മെറ്റൽ സ്പിയർ കെട്ടിത്തൂക്കിയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന ഈ അറേഞ്ച്മെന്റ് ആണ് സിമ്പിൾ പെൻഡുലം. അതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ പെൻഡുലത്തിന് ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ടിയ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് നമ്മൾ കൈ ഇങ്ങ് വിട്ടാൽ അത് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇവിടെ വരാൻ എടുക്കുന്ന സമയം, അതാണ് അതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ. അത് നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് എഴുതും. അത് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നാമത്തത് ലെങ്ത് ഓഫ് ദ പെൻഡുലം L, രണ്ടാമത്തത് മാസ് ഓഫ് ദ ബോബ് M, മൂന്നാമത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചോദ്യത്തിനകത്ത് തരും. എന്താണെന്നൂടെ പറയാം. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം capital T assumed to be depending upon length of the pendulum L, mass of the bob M, and acceleration due to gravity G. Derive the equation for finding period of oscillation of a simple pendulum. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ചോദ്യം മനസ്സിലായല്ലോ? ചോദ്യം നമുക്ക് പിടികിട്ടിയല്ലോ. ഇനി എങ്ങനെ അതിന്റെ പരിപാടി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിച്ചിട്ട് അത് വെച്ച് നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഒരു ഇക്വേഷൻ, അത് യഥാർത്ഥ ഇക്വേഷൻ അല്ല, അതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കണം. അതിങ്ങനെയാണ്. എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? പീരീഡ് ഓഫ് ഓസിലേഷൻ ക്യാപിറ്റൽ T. കണ്ടുപിടിക്കേണ്ടത് ഈസ് ഈക്വൽ ടു, എല്ലാത്തിനും ആദ്യം ഒരു കോൺസ്റ്റന്റ് വേണം, K ഇൻറ്റു ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് റേസ് ടു എക്സ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റേസ് ടു വൈ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് റേസ് ടു ഇസഡ്. ചിലതിനകത്ത് 2 എണ്ണമേ വരുത്തുള്ളൂ, 3 എണ്ണം വരുത്തും. അപ്പൊ ഇവിടെ 3 എണ്ണം ഉള്ളതുകൊണ്ട് ജി റേസ് ടു ഇസഡ്. 3ൽ കൂടുതൽ വന്നാൽ നമുക്ക് ഡയമെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഡയമെൻഷന്, നമ്മൾ അത് പിന്നീട് പറയും. അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മനസ്സിലായോ? കണ്ടുപിടിക്കേണ്ടത് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K ഇൻറ്റു ചോദ്യത്തിൽ ആദ്യം പറഞ്ഞ ഇവിടെ എന്താ ലെന്താണ് L റൈസ് ടു എക്സ്, രണ്ടാമത് പറഞ്ഞ മാസാണ് M റൈസ് ടു വൈ, മൂന്നാമത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G റൈസ് ടു Z. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായി? ഇക്വേഷൻ തല്ലിക്കൂട്ടുക. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഡയമെൻഷൻ 2 സൈഡിലും അപ്ലൈ ചെയ്യണം. ഇക്വേഷന്റെ 2 സൈഡിലുമുള്ള എല്ലാ ടൈമിനും നമ്മൾ ഡയമെൻഷൻ അപ്ലൈ ചെയ്യണം. ആദ്യം ടൈം പീരീഡ് ഡയമെൻഷൻ ക്യാപിറ്റൽ T തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഇല്ല. ഇത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ എഴുതരുത്, ഇവിടെ എഴുതരുത്. അടുത്ത ആരാ? ലെന്തിന്റെ എന്തുവാ? ക്യാപിറ്റൽ L റൈസ് ടു എക്സ്. മുമ്പ് ഞാൻ പറഞ്ഞ ഡയമെൻഷൻ എപ്പോഴും വലിയ അക്ഷരമേ എഴുതാവൂ. ഇൻറ്റു മാസിന്റെ എന്താണ്? ക്യാപിറ്റൽ M റൈസ് ടു വൈ ഇൻറ്റു G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ ഡയമെൻഷൻ ആക്സിലറേഷൻ ആണ്. അതെന്താ? LT റൈസ് ടു -2 the whole റൈസ് ടു Z. രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതല്ലോ, ഡയമെൻഷൻ അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഈ സ്റ്റെപ്പ് എല്ലാം ഓർത്തിരിക്കണം. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ മാറ്റാൻ പോവാം. അപ്പൊ നമുക്ക് വീണ്ടും എഴുതാം ക്യാപിറ്റൽ T is equal to L raised to x, M raised to y. ഇത് ബ്രാക്കറ്റ് മാറ്റണം. LT raised to -2 the whole raised to Z എന്ന് പറഞ്ഞാൽ ഈ Z ഇതിന് രണ്ടിനും ബാധകമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? L raised to Z into T raised to ഈ -2 Z കൊണ്ട് ഗുണിച്ചെഴുതണം. -2Z. കണ്ടല്ലോ? അപ്പൊ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായി. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരേ ടേം ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തെഴുതണം. നമുക്ക് ഇവിടെ നോക്കാം, എല്ലിന്റെ 2 ടേം ഉണ്ട്, കണ്ടോ? നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് വീണ്ടും എഴുതാം ക്യാപിറ്റൽ T is equal to ഇവിടെ L raised to x,
L raised to z രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L raised to x plus z നിങ്ങൾ കണക്കിൽ പഠിച്ചിട്ടില്ലേ a raised to m into a raised to n a raised to m plus n അതുപോലെ L raised to x into L raised to z L raised to x plus z into m into ഒരെണ്ണമേ ഉള്ളൂ m raised to y into t യുടെ ഒരെണ്ണമേ ഉള്ളൂ t raised to minus 2z കണ്ടല്ലോ. അപ്പം അടുത്ത സ്റ്റെപ്പുമായി ഇനിയും ചെയ്യേണ്ടത് ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള ഈ പവറുകൾ ഇക്വേറ്റ് ചെയ്യണം. രണ്ട് സൈഡിലുമുള്ള ഒരേ ടേമിന്റെ പവർ എന്ന് ഉദ്ദേശിച്ചാൽ ഈ മേളിൽ എഴുതുന്ന ഇതിനാണ് പവർ എന്ന് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഇവിടെ ടിയുടെ എടുത്താൽ ഇവിടെ ടിയുടെ എടുക്കണം, ഇവിടെ എമ്മിന്റെ എടുത്താൽ ഇവിടെ എമ്മിന്റെ എടുക്കണം, ഇവിടെ എല്ലിന്റെ എടുത്താൽ ഇവിടെ എല്ലിന്റെ. ടേം ഇല്ലെങ്കിൽ 0 എന്ന് എടുത്താൽ മതി. അപ്പൊ നമുക്ക് രണ്ട് സിപ്പ് ഉള്ളതാരാ? രണ്ട് സൈഡിലും ടി ആണ് ഇല്ലേ? ഇവിടെ ടിയുടെ പവർ എന്താണ്? -2z is equal to ഇവിടെ ടി എന്ന് മാത്രം പറഞ്ഞ പവർ എത്രയാണ്? 1 എന്നാണ്. -2z is equal to 1 അത് നമുക്ക് z കാണാം. z is equal to -1/2. ഓക്കെ, അപ്പൊ z ന്റെ വാല്യൂ കിട്ടി -1/2. ഇനി നോക്ക് ഇവിടെ m ന്റെ പവർ എന്തുവാ? y is equal to ഇപ്പുറത്തെ m ന്റെ ടേം ഇല്ലല്ലോ, അത് നമ്മൾ 0 എന്ന് എടുക്കണം കേട്ടോ. അപ്പൊ y നേരിട്ട് കിട്ടി 0. അടുത്തത് ഇവിടെ l ന്റെ പവർ എന്താണ്? x plus z is equal to ഇപ്പുറത്തെ l ന്റെ ടേം ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ 0 എന്ന് എടുക്കണം. ടേം ഇല്ലെങ്കിൽ നമ്മൾ 0 എന്ന് കൊടുക്കണം. ഇത് നമുക്ക് z ന്റെ വാല്യൂ ഇവിടെ ഉണ്ടല്ലോ, അത് അവിടെ കൊടുക്കാം. അപ്പൊ എന്ത് വരും? x ന്റെ വാല്യൂ എന്തുവാ? -1/2 is equal to 0. x കാണാൻ ഈ -1/2 അപ്പുറത്ത് കൊണ്ടുവരിക, അപ്പൊ +1/2. ശരിയല്ലേ? അപ്പൊ നമ്മൾ രണ്ട് സൈഡിലെയും പവറുകൾ മാത്രം ഇക്വേറ്റ് ചെയ്തിട്ട് ഈ എക്സും വൈയും ഈ വേരിയബിൾ ആയ എക്സും വൈയും ഇസഡിന്റെ വാല്യൂ നമ്മൾ കണ്ടല്ലോ. ഇനി എന്ത് ചെയ്യണം? ആ വാല്യൂ നമ്മുടെ ആദ്യത്തെ ഇക്വേഷനകത്ത് കൊടുക്കണം, ഈ തല്ലിക്കൂട്ടി ഇക്വേഷനകത്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്തെഴുതാം? therefore capital T is equal to അന്നേരം കോൺസ്റ്റന്റ് k into L raised to x ന്റെ വാല്യൂ എന്തുവാ? 1/2 into mass m raised to y യുടെ വാല്യൂ എന്താണ്? 0 into അടുത്തത് g raised to z ന്റെ വാല്യൂ എന്താണ്? -1/2. കണ്ടോ? അപ്പൊ നമ്മൾ ഈ കണ്ടുപിടിച്ച എക്സും വൈയും ഇസഡും നമ്മുടെ ഫസ്റ്റ് നമ്മൾ തല്ലിക്കൂട്ടി ഇക്വേഷൻ ഇല്ലയോ, അതിനകത്ത് നമ്മൾ കൊടുത്തു. അപ്പൊ ഇങ്ങനെ കിട്ടി, കണ്ടല്ലോ. ഇനി പുറത്തോട്ട് എഴുതാം. ഇനി വീണ്ടും ക്യാപിറ്റൽ T is equal to k into L raised to 1/2. L raised to 1/2 എന്ന് പറഞ്ഞാൽ √L എന്നാണ്. into m raised to 0 any number raised to 0 എന്ന് പറഞ്ഞാൽ അത് 1 എന്നാണ്. into g raised to -1/2 എന്ന് പറഞ്ഞാൽ അത് √1/g എന്നാണ്. ഇല്ലേ? നിങ്ങൾ കണക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്. √x എന്ന് പറഞ്ഞാൽ x raised to 1/2. √1/x എന്ന് പറഞ്ഞാൽ x raised to -1/2. അതുപോലെ x raised to 0 എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. അതുപോലെ 1/x എന്ന് പറഞ്ഞാൽ x raised to -1 എന്നാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കണക്കിനകത്ത് പഠിച്ചിട്ടില്ലേ? ആ ടെക്നിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അവിടെ ഇവിടെ L raised to half എന്ന് പറഞ്ഞാൽ √L into m raised to 0 എന്ന് പറഞ്ഞാൽ 1 into g raised to -1/2 എന്ന് പറഞ്ഞാൽ √1/g. അത് നമ്മൾ ഇവിടെ തിരിയും. ഇനി എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. That is a capital T is equal to k into ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് √L/g. ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. ഈ കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് മാർഗമില്ല. അത് നമ്മൾ തിയററ്റിക്കലായി പഠിക്കുമ്പോൾ കിട്ടുന്നതാ. സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2π എന്നാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ T is equal to 2π into √L/g. ഇങ്ങനെയാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയും. അപ്പൊ സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ക്യാപിറ്റൽ T is equal to 2π into √L/g. ഇവിടെ 2π എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ ആണ്. ഈ കെയുടെ വാല്യൂ 2π എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് മാർഗമൊന്നുമില്ല. അത് നിങ്ങൾ പിന്നീട് തിയററ്റിക്കലായി പഠിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് കെയുടെ വാല്യൂ അറിയത്തില്ല, ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കിയെല്ലാം ശരിയാണെങ്കിൽ മാർക്കൊന്നും കുറയത്തില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കെയുടെ വാല്യൂ തരും. കെയുടെ വാല്യൂ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം. T = k into
L/G എന്ന് എഴുതാം. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് മാർഗമില്ല. നമ്മൾ സിമ്പിൾ പെൻഡിലും പിന്നീട് ഓസിലേഷൻ ഒരു പാഠത്തിനകത്ത് നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടുന്നതാണ് 2π. മനസ്സിലാറതെ. അപ്പൊ അതിന് എങ്ങനെ കിട്ടി എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടം കൊണ്ട് നിർത്താം. ഇവിടെ ബാക്കിയെല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്കും കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മനസ്സിലാകാൻ പറഞ്ഞേ. അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.